പ്രമേഹം വരാനുള്ളൊരു സാധ്യതയുണ്ടോ? ഇനി കുറേ നാൾ പ്രമേഹത്തിന് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ലിവറിന് എന്തെങ്കിലും പ്രശ്നം വരാനുള്ളൊരു സാധ്യതയുണ്ടോ? എന്തുകൊണ്ടാണ് ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് മസിൽ വല്ലാതെ ക്ഷീണിച്ചു പോവുകയും യൂറിനിലൂടെ പ്രോട്ടീൻ പോവുകയും ചെയ്യുന്നത്? 3 ക്വസ്റ്റ്യനുള്ള ഉത്തരമാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ശരീരത്തിലെ പാൻക്രിയാസ് ആണ് ഇൻസുലിൻ നമ്മുടെ ശരീരത്തിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ലിവർ, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയും നമ്മുടെ ശരീരത്തിലെ വളരെയധികം പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും നമ്മുടെ ലിവർ തന്നെയാണ്. ഇതാണ് മസിൽസ്. അപ്പോൾ നമ്മുടെ പാൻക്രിയാസ് ഇൻസുലിൻ കൃത്യമായ രീതിക്ക് പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇൻസുലിനാണ് നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ നോർമലാക്കി നിർത്തുന്നതിന് പ്രധാനമായിട്ട് സഹായിക്കുന്നത്. നമ്മുടെ ഈ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്താ ചെയ്യണേ? നേരെ അത് ലിവറിലേക്ക് വരുന്നു. ലിവറിലേക്ക് വന്നിട്ട് നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഗ്ലൂക്കോസ് ഗ്ലൈക്കോജനാക്കി നമ്മുടെ ഈ വലിയൊരു ഗ്രന്ഥിയിൽ സ്റ്റോർ ചെയ്യാണ് ചെയ്യണേ കേട്ടോ. ലിവറിൽ നിന്നും അത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമുള്ള അമിനോ ആസിഡും ഫാറ്റി ആസിഡും ഒക്കെ ആയിട്ട് രൂപാന്തരപ്പെടുകയാണ് ചെയ്യണേ. ഇതാണ് നമ്മുടെ ശരീരത്തിലെ മൊത്തം പ്രവർത്തനത്തിന് സഹായിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ മസിൽസിൻ്റെ പ്രവർത്തനത്തിനും ബാക്കി ശരീരത്തിൻ്റെ മൊത്തം പ്രവർത്തനത്തിനും സഹായിക്കുന്നത്. അപ്പോൾ കുറച്ച് നാൾ ഡയബറ്റീസ് അങ്ങനെ നിന്ന് നിയന്ത്രണത്തിലല്ലാതിരുന്നു കഴിഞ്ഞാൽ മസിലിൻ്റെ പ്രവർത്തനത്തിന് ആകെ പ്രശ്നം വരും. നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കാൻ ആവശ്യമുള്ള പ്രോട്ടീൻ നമ്മുടെ മസിൽസിൽ നിന്നും ശരീരം വലിച്ചെടുക്കുകയാണ് ചെയ്യണേ. അതുകൊണ്ടാണ് ഡയബറ്റിക് പേഷ്യൻസ് വല്ലാതെ ശരീരം ക്ഷീണിച്ചു പോവുകയും അതുവഴി യൂറിനിലൂടെ പ്രോട്ടീൻ പോവുകയും ചെയ്യുന്നത്.